എയറിലായവന്മാരുടെ ചൊറിയും കേട്ട് ഞാൻ യൂട്യൂബിൽ കുത്തി ഇരുന്ന സമയത്ത് എനിക്കൊരു കോളിംഗ് ബെല്ല് കിട്ടി. ഞാൻ എന്ത് ചെയ്തു, ഓടിപ്പിടച്ച് വീട്ടിൻ്റെ താഴേക്ക് വന്ന് നോക്കിയ സമയത്ത് ഒരു പെട്ടി. ഇനി പെട്ടി വിളിക്കാം. നമുക്ക് കിട്ടിയ സാധനം എന്തോന്നറിയാമോ? ഇൻഫിനിക്സിന്റെ 05G സീരീസ്, അതായത് 05G ഫോണിന്റെ ആൻഡ്മാൻ ആൻഡ് വാസ്പ് ക്വാണ്ടമേനിയ എഡിഷൻ, അതായത് ഇറങ്ങാൻ പോകുന്ന ആൻഡ്മാൻ്റെ ഒരു അടുത്ത മൂവിയാണ്, അതിൻ്റെ ഒരു വേർഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതേ കണ്ട, നമുക്ക് അവഞ്ചേഴ്സിൻ്റെ ലോഗോ ഉണ്ട്, അതുപോലെ തന്നെ ഇതൊക്കെ എന്തോന്നാണെന്തോ ആർക്കറിയാം, അങ്ങനത്തെ എന്തൊക്കെ ഉണ്ട്. മാർവൽ സ്റ്റുഡിയോസ്, ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ്, പിന്നെ ക്വാണ്ടമേനിയ എന്ന് എഴുതിയിട്ടുണ്ട്. ഇൻഫിനിക്സ് 05G 2023 സീരീസ്. ഭയങ്കര സെറ്റപ്പാണ്. എനിക്ക് തോന്നുന്നു ഈ പെട്ടിക്കായിരിക്കും നമ്മൾ 10,000 കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല. എനിക്കിങ്ങനെ ഒരു ദൊര അങ്ങ് കയറുകയാണ്, ഇതങ്ങ് തുറന്നങ്ങ് വെട്ടി വലിച്ചങ്ങിടാൻ. പക്ഷേ നമ്മൾ തുറക്കാൻ പോവാണേ. 1 2 3. ഇവിടെ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്, പവർ ടു ചേഞ്ച് ദ ഫ്യൂച്ചർ. സെറ്റപ്പാ. കർട്ടൻ മാറ്റാൻ പോവുകയാണ്. ആദ്യം തന്നെ നമുക്ക് കിട്ടുന്ന സാധനം നമുക്ക് നോക്കാം. ആൻഡ്മാൻ്റെയും വാസ്പിൻ്റെയും കാങ്ങിൻ്റെയും പിന്നെ ആരുടെ കാസിയുടെയും ഒരു കാർഡ്. നമ്മൾക്ക് പണ്ട് ചീറ്റോസിൻ്റെ അകത്തൊരു കാർഡ് കിട്ടൂലായിരുന്ന ഈ പവർ റേഞ്ചേഴ്സിൻ്റെയൊക്കെ, അതേപോലത്തെ ഒരു സെറ്റപ്പ്. അവരുടെ ഇൻ്റലിജൻസും അവരുടെ ബുദ്ധിയും വിവരവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവന്മാർ എഴുതുന്നതാണല്ലോ അവരുടെ ബുദ്ധി. ശരി, ഇത് കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇനി ആപ്പ് സീരീസ് ഒക്കെ എടുക്കുമ്പോൾ ഇതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നിരത്തി വയ്ക്കും. അടുത്തതായിട്ട് ആൻഡ്മാൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ, അരിപ്പയൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ചായയൊക്കെ ഇട്ട് വെച്ചാൽ കൊത്തൊന്നും വായിക്കാതെ പോകില്ല. ഒരു നല്ല വാട്ടർ ബോട്ടിൽ. ഞാൻ ഒരുപാട് നാളായിട്ട് ഒരു വാട്ടർ ബോട്ടിൽ നോക്കി നടക്കായിരുന്നു. അപ്പോൾ ഇൻഫിനിക്സും പിന്നീട് നമ്മുടെ ക്വാണ്ടമേനിയ, ആൻഡ്മാൻ ആൻഡ് വാസ്പിൻ്റെ ഒരു ലോഗോയൊക്കെ പ്രിന്റ് ചെയ്തിട്ടുള്ള വാട്ടർ ബോട്ടിൽ, സുത്തமான വാട്ടർ ബോട്ടിൽ. നമ്മുടെ ഫോൺ ഇതാ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്, ഇൻഫിനിക്സ് മാർവൽ എന്ന് പറഞ്ഞിട്ട്. ഇതെന്തുവാണ് സാധനം എന്ന് അറിഞ്ഞുകൂടാ. പഴയ ഫോണിൻ്റെ പെട്ടി മാർവലിൻ്റെ പൊതിയിൽ പൊതിഞ്ഞതല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെന്തുവാണ് സാധനം? ഇതെന്തുവാണ് ഇത്? മറ്റേ ഇതാണെന്ന് തോന്നുന്നു, ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ള സെറ്റപ്പ്. ഫ്രിഡ്ജ് മാഗ്നറ്റ്. ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് ഇൻഫിനിക്സിനെ മാർവലിനെ വയ്ക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഫിനിക്സ് 05G ക്വാണ്ടമേനിയ എന്ന് പറഞ്ഞിട്ട് ഒരു കിടിലൻ കവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കവറിൻ്റെ ഉള്ളിൽ നമ്മുടെ നോർമൽ ഫോൺ തന്നെയാണ്, നമ്മുടെ ഇൻഫിനിക്സിൻ്റെ 05G. ഫോണിൻ്റെ സ്പെക്ക് ഞാൻ പറഞ്ഞു തരാം. MediaTek Dimensity 10805G ആണ്. അതേപോലെ തന്നെ ഒരു 256 GB സ്റ്റോറേജ്, അതുപോലെ തന്നെ 8 GB റാമും വരുന്നുണ്ട്. ഇത് നമുക്ക് അൺബോക്സ് ചെയ്താലോ? ഫോൺ എങ്ങനെയായിരിക്കും ലുക്ക് എന്നുള്ളത്. ഇൻഫിനിക്സിൻ്റെ 0 അൾട്ര ഒരു രക്ഷയില്ലായിരുന്നു. രക്ഷയില്ലാത്ത ഫോൺ എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത ഫോൺ. ഭയങ്കര ഡിമാൻഡും ഉണ്ട്. ആളുകളൊക്കെ നമ്മളടുത്ത് ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, ഇൻഫിനിക്സ് 0 അൾട്ര കൊടുക്കുന്നുണ്ടോ എന്ന്. നമ്മൾ കൊടുക്കൂല. ആർക്കൊക്കെ ഫോണിൻ്റെ പെട്ടി തുറക്കുമ്പോൾ തുമ്മാറുണ്ട്. ദ ബിഗ് റിവീൽ. നോക്കിയേ, ഫോൺ എടുത്ത്. എൻ്റെ അമ്മോ, ഇതും കാതി വെച്ചോണ്ട്. ലൈക്ക് നിങ്ങളിപ്പോൾ ഫോണും ചെയ്ത് റോഡിൽ കൂടി തെക്ക് വിലക്കാൻ നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഫോണും വെച്ചോണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോവാം. രാത്രിയൊക്കെ പ്ലാച്ചന അടിച്ചിരിക്കും. ലുക്ക് അറ്റ് ദ കളർ. ഓക്കെ, വമ്പൻ കളറ്, ചങ്കറ പുങ്കറ കളർ. രക്ഷയില്ല. വാവ്, ശരിക്കും കൊള്ളാം കേട്ടോ. ഫോൺ ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ലൈക്ക് ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് മറ്റേ ആ ഒരു ഗ്രിപ്പുള്ള സർഫസാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അത് നോക്കി, ഒരു റബ്ബർ ഫിനിഷോട് കൂടിയുള്ള ഒരു ഗ്രിപ്പ്. അതുപോലെ തന്നെ ക്യാമറ അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന നോക്കിയാൽ 3 ട്രിപ്പിൾ ക്യാമറ ഉണ്ട്. പിന്നീട് ഫ്ലാഷ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ 05G എന്നുള്ള ബ്രാൻഡിങ് ഒരു രക്ഷയില്ല. കിഡിലുമായിട്ട് ഒരു റോസ് ഗോൾഡ് ഫിനിഷ് സൈഡിൽ മൊത്തം കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് ഓണാക്കി നോക്കണം. ഓണാക്കിയിട്ട് ബാക്കിയുള്ള പറഞ്ഞുതരാം. ഫോൺ ഓണായി വന്നിട്ടുണ്ട്. ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഡിസ്പ്ലേ ഇതിനകത്ത് 120 Hz റിഫ്രഷ് ആയിട്ട് വരുന്ന ഒരു നോർമൽ ഡിസ്പ്ലേ ആണ്. അതിനകത്ത് ആമലഡ് മറ്റേ സാധനങ്ങളൊന്നുമില്ല. നോർമൽ ഡിസ്പ്ലേ, പക്ഷേ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ.
നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. കളേഴ്സ് റെഡ്, ബ്ലൂ, യെല്ലോ ഒക്കെ പക്കയായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്കങ്ങനെ മോശമായിട്ട് പറയാനായിട്ടൊന്നുമില്ല. 8 GB റാം ഉണ്ട്, 256 GB ഇൻറ്റർണൽ സ്റ്റോറേജ് ഉണ്ട്. MediaTek 1080 5G ആണ് ഇതിനകത്തുള്ള പ്രോസസ്സർ എന്ന് പറയുന്നത്. ഇനി ക്യാമറയാണ് മെയിൻ. ക്യാമറ നമുക്കൊരു സെൽഫി അങ്ങ് എടുത്ത് നോക്കാം. ഓക്കെ, സെൽഫിയൊക്കെ കൊള്ളാം, രസമുണ്ട്. ഞാനൊന്ന് ഓക്കെ, ആ ഫോൺ നിറഞ്ഞിരിക്കുന്നല്ലേ. ഇപ്പോൾ സുന്ദരന് പൊട്ടും തൊട്ട്. ബാക്ക് ക്യാമറ നമുക്ക് പുറത്തിറങ്ങിയിട്ട് നോക്കാം. ഡിസൈൻ ഒരു രക്ഷയില്ല കേട്ടോ. ഈ റോസ് ഗോൾഡ് സൈഡും അതുപോലെ തന്നെ ബാക്കിൽ പവേർഡ് ബൈ ഇൻഫിനിക്സ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ഇൻഫിനിക്സ് എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ ബ്രാൻഡ് 2023 ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചടക്കാൻ പോകുന്ന ഫോണാണ്. ട്രസ്റ്റ് മീ, ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഇതിനേക്കാളും വേഴ്സ്റ്റ് ആയിട്ടുള്ള OSും കാര്യങ്ങളുള്ള കുറേ ബ്രാൻഡുകളുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു ഫോണ് കുറേ പേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് വാല്യൂ ഫോർ മണി. നിങ്ങൾ എത്ര രൂപ കൊടുക്കുന്നു അതിനുള്ളത് കിട്ടും. ഈ ഫോണിൻ്റെ ഡിസൈൻ നോക്കിയേ. നമ്മൾ പണ്ടൊക്കെ റിവ്യൂ ചെയ്ത സമയത്ത് ഈ ബ്രാൻഡിൻ്റെ ഡിസൈനിൽ കുഴപ്പങ്ങളുണ്ടായിരുന്നു, കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്ക്, വിഷയം ഫോണുകളാണ് ഇറക്കുന്നത്. മേളിലായിട്ടൊരു മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്, റൈറ്റിലായിട്ട് ഇൻബിൽഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റോട് കൂടി ചേർന്നിട്ടുള്ള പവർ ബട്ടൺ, പിന്നീട് വോളിയം ബ്രോക്കർ, താഴെയായിട്ട് 3.5 mm ഓഡിയോ പോർട്ട്, മൈക്രോഫോൺ, പിന്നെ ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ വെൻസ്, ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ സിം ട്രേ. ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ 50-2-2 അങ്ങനെയാണ് ഇതിൻ്റെ സ്പെക്ക് പോകുന്നത്. ഇനി ഫ്രണ്ടിൽ 16 MP ഒരു ഷൂട്ടറാണ്. അത് അടിപൊളിയാട്ടാ. സെൽഫി എനിക്ക് ഇഷ്ടപ്പെട്ടു, സത്യമായിട്ടും കൊള്ളാം. ഞാൻ പറഞ്ഞ വിശ്വാസമാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഹൈലൈറ്റും കാര്യങ്ങളൊക്കെ പക്കയായിട്ടുണ്ട്. കണ്ടോ ഇല്ലേ, കൊള്ളൂലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി ഇതിൻ്റെ ഇൻഡെപ്ത് കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല, അതൊക്കെ പിന്നീട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് ക്യാമറ എങ്ങനെ ഉണ്ടെന്നുള്ളത് പുറത്ത് പോയി നോക്കാം. നല്ല അടിച്ച് കീറി കിടക്കണ വെയിലാണ്, പക്ഷേ എന്നാലും നമുക്ക് വ്യൂയിങ്ങിന് ഒരു പ്രശ്നമില്ല. ലൈക്ക് ബ്രൈറ്റ്നെസ് ഒക്കെ ഭയങ്കര കൂടുതലൊന്നുമല്ല. സ്റ്റിൽ നമുക്ക് സൺലൈറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല കാണാനായിട്ട്. കോൾ ലോഗ് എടുത്തു കഴിഞ്ഞാലും കാണാം, എല്ലാ രീതിയിലും കാണാൻ പറ്റും. ഇനി നമ്മൾ പറഞ്ഞ ക്യാമറ, ആദ്യം നമുക്കൊരു സെൽഫി എടുത്ത് നോക്കാവേ. ഹലോ, നല്ല സെൽഫി കേട്ടോ. ട്രസ്റ്റ് മീ, ഞാൻ ഇതിൻ്റെ സാമ്പിൾസ് ഇതാ ഇവിടെ സൈഡിൽ വരും, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വരും, അത് നിങ്ങൾ നോക്കിയാൽ മതി. ആൻഡ് നമ്മുടെ പ്രൈമറി ക്യാമറ എങ്ങനെയുണ്ടെന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന സുഹൃത്തുക്കളെ. ഞാൻ ക്യാമറ ഓൺ ആക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ മോഡലായിട്ട് വന്ന തെറ്റിപ്പൂവിന് എല്ലാവിധ ആശംസകളും. ആൻഡ് യെസ്, നോക്കിയേ, അത് ഫ്ലവർ എന്ന് കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്ത്, അത് ആണ്. ആൻഡ് എത്ര വരെ നമുക്ക് അടുപ്പിക്കാൻ പറ്റും? നൈസ്. നമ്മൾ 50 MP അതെന്തോ കളറിനൊരു പെട്ടെന്നൊരു അതെന്തോന്ന് ഒരു മഞ്ഞമയം വന്നിട്ട്. എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇൻഫിനിക്സിന് പൊതുവെ ഫോട്ടോയും വീഡിയോ എടുക്കുന്ന സമയത്ത് ഹൈലൈറ്റ് ഉണ്ടല്ലോ, അതായത് ഈ നട്ടുച്ച സമയത്തൊക്കെ വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചൊക്കെ ഇരിക്കും. അതായത് എന്ത് പറയട്ടെ, മൊത്തത്തിൽ വെള്ളമയമാവും, ഹൈലൈറ്റ് എല്ലാം പൊട്ടുന്ന രീതിയിൽ വരും. ഇതിനകത്ത് ഹൈലൈറ്റൊക്കെ പക്കയായിട്ട് അവർ മാനേജ് ചെയ്തിട്ടുണ്ട്. ശരിക്കും അവരുടെ പോസ്റ്റ് പ്രോസസ്സിങ് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. താങ്ക് യു സോ മച്ച് തെറ്റിപ്പൂവേ. ഇനി നമുക്ക് വേറൊരു പൂവിനെ നമുക്ക് പോയി എടുക്കാം. നമുക്കിനി വളരെ വിശിഷ്ട വ്യക്തികളുടെ കുറച്ച് ഫോട്ടോസ്. വാഴ. ശരിക്കും ഹൈലൈറ്റ് നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്യാനുണ്ട്. നിങ്ങൾക്കിപ്പോൾ സൈഡിൽ കാണാൻ പറ്റുമല്ലോ, ആ ഒരു വെയിലടിക്കുന്ന ഭാഗത്ത് പൊതുവെ ഇൻഫിനിക്സ് മൊത്തത്തിൽ പൊട്ടിത്തെറിപ്പിക്കുമായിരുന്നു. ഇതിനകത്ത് നല്ല രീതിക്ക് ബാലൻസ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽസും ഒരു തരത്തിലും കുറയുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എനിക്കൊരു കാര്യം പറയട്ടെ, വൈഡായിട്ടുള്ള ഷോട്ടുകൾ എടുക്കുമല്ലോ, ഇപ്പോൾ വൈഡായിട്ടൊരു ഇത് മൊത്തത്തിൽ എടുക്കുന്ന സമയത്ത് അത്ര നല്ലൊരു ഫീലല്ല കൊണ്ടുവരുന്നത്. പക്ഷേ കൊള്ളാം കേട്ടോ. ലൈക്ക് കണ്ടോ, ഫോട്ടോ എടുത്തു. ആൻഡ് ശരിക്കും ഇൻഫിനിക്സ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഹൈലൈറ്റ്സിൽ. നമ്മൾ കുറ്റം പറഞ്ഞ് തകർത്തതാണ് ഹൈലൈറ്റിലെ കാര്യങ്ങൾ. ഹൈലൈറ്റ് വരുന്ന സമയത്ത്, അതായത് വെട്ടം വരുന്ന സമയത്ത് അല്ലെങ്കിൽ വൈറ്റ് കളർ വരുന്ന സമയത്ത് അത് മൊത്തം പൊട്ടിത്തെറിച്ച് വരും. ഇതിനകത്ത് നൈസായിട്ട് അവർ മാനേജ് ചെയ്തിട്ടുണ്ട്. ഇത് ഇമ്പ്രൂവ്ഡ്, ശരിക്കും പറയാലോ, ഇത് ഇമ്പ്രൂവ്ഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻഫിനിക്സ് മാറുന്നുണ്ട്. വീഡിയോ ക്യാമറയിൽ മാത്രം അവർക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. മൊത്തം തകർച്ചയുടെ വക്കിലാണ്. വീഡിയോ ക്യാമറ മാത്രം പോരാ, വീഡിയോ ഇപ്പോഴും സ്ട്രഗ്ലിംഗ് ഫേസിലാണ്. ബട്ട് നെക്സ്റ്റ് ടൈം അവർ ഇമ്പ്രൂവ് ചെയ്യുമെന്ന് തോന്നുന്നു. ഈ ഫോണിൻ്റെ ലുക്ക് പൊളിയല്ലേ. ഹലോ, ഫോണിൻ്റെ ലുക്കിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, എനിക്കൊന്നും പറയാനില്ല. റിവ്യൂ ഉറപ്പായിട്ടും വരുന്നുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ഇൻഫിനിക്സിൻ്റെ 05Gയുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ.
ഈ കാട്ടിൻ്റെ ഇടയിൽ പോയി നിന്ന് കൊതുകടിയും കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ചിത്രീകരണം നടത്തിയ എനിക്ക് ഒരു ലൈക്കും സബ്സ്ക്രൈബും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ. ഓർഡറാ.